പ്രൈസ് ഗാഡ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്നൊരു വെറൈറ്റി ടോപ്പിക്കുമായിട്ടാണ് സിസ്റ്റർ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള പലരും ഉപയോഗിച്ച് കേട്ടിട്ടുള്ള ഒരു വാക്ക്, അതിനെപ്പറ്റി നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാൻ പോവുകയാണ്. ഓക്കെ, അത് മറ്റൊന്നുമല്ല, സ്ട്രെസ്സ്. കേട്ടിട്ടുണ്ടോ? സ്ട്രെസ്സ്. എനിക്ക് സ്ട്രെസ്സാണ്, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, ഡിപ്രഷൻ ഒക്കെ. ഈ രണ്ട് വാക്കുകളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും മുതിർന്നവരൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളതും അത് എങ്ങനെ നമുക്ക് ശരിയാക്കിയെടുക്കാം, അതില്ലാതെ എങ്ങനെ ഫ്രീ ആയിട്ട് ചിത്രശലഭം പോലെ ലൈറ്റ് ഹാർട്ടായിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നിരുന്നു, സിസ്റ്ററിൻ്റെ കണ്ണിൽ നോക്കി ശ്രദ്ധിച്ച് ഇച്ചിരി സമയം. ഓക്കെ, അപ്പോൾ മക്കളെ, സ്ട്രെസ് എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു മാനസിക രോഗമല്ല. ചില വിചാരിക്കും ഭയങ്കര സൈക്കോ ആണെന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല. അതൊരു മാനസിക പിരിമുറുക്കം. കയറിങ്ങനെ പിരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഒരു മുറുക്കം, അത്രയേ ഉള്ളൂ മാനസിക പിരിമുറുക്കം, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം എന്നൊക്കെ പറയും. ഓക്കെ, അതിന് മലയാളത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന വാക്കാണ് വിഷാദ രോഗം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി സ്ട്രെസ്സൊക്കെ മനുഷ്യന് വേണം. അത് കുട്ടികളായാലും ഇച്ചിരി സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. ഓക്കെ, നമ്മുടെ കപ്പാസിറ്റിക്ക് അധികം ചെയ്യാൻ ഈ സ്ട്രെസ്സ് സഹായിക്കും. അതുപോലെ തന്നെ ഒരു സ്ട്രെസ്സും ഇല്ലെങ്കിൽ എന്നാ ചെയ്യുന്നത്, ജീവിതത്തിൻ്റെ ലെവലും നമുക്കുണ്ടാക്കേണ്ട അല്ലെങ്കിൽ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട ചിലതും ചിലപ്പം പറ്റത്തില്ല. അതിന് സിസ്റ്റർ എക്സാമ്പിൾ പറഞ്ഞുതരാം. കുഞ്ഞു പിള്ളേർക്ക്, വേണം, നിങ്ങളുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഉപമിച്ചോ, അവർക്കൊരു പരീക്ഷ വരുവാണ്, ബോർഡ് എക്സാം. അത് ICSE സിലബസ് ആകാം, സ്റ്റേറ്റ് ആകാം, CBSE ആകാം, ഏതുമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വല്ല കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് നമ്മൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കുവാണ്. ഓക്കെ, എനിക്കൊരു വികാരമില്ല, അടുത്ത ആഴ്ച പരീക്ഷ. എന്ത് പരീക്ഷ? എത്രയോ പരീക്ഷകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എനിക്കൊരു പ്രശ്നമില്ല. അമ്മയും അപ്പനും വിചാരിക്കും 30,000 രൂപ എടുത്ത് അഡ്മിഷൻ എടുത്തതാണ്, കൊച്ചിന് ഒരു വികാരമില്ല, അവൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, ഒരു ഫീലിംഗ് ഇല്ല, ചിന്തിക്കാൻ സാധ്യതയില്ലേ. ഓക്കെ, നമുക്ക് അതിനെപ്പറ്റി ഒരു ടെൻഷനില്ല. പരീക്ഷ വരുന്നു, അറ്റൻഡ് ചെയ്യുന്നു, ഫെയിലിയർ ആകുന്നു, എന്നിട്ടും ഒരു വികാരമില്ല. അപ്പോൾ ഇച്ചിരി ടെൻഷൻ വേണ്ടേ? ഇച്ചിരി സ്ട്രെസ് വേണ്ടേ? വേണം. ഇനി അടുത്ത് നിങ്ങളുടെ ഒരു കസിൻ ബ്രദറോ കസിൻ ചേച്ചിയോ ഉപമിക്കുക. ആ ഒരു കല്യാണത്തിന് വേണ്ടി അവർ ഒരുങ്ങുവാണ്, വിവാഹ ജീവിതം. അപ്പോൾ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ സൈഡിലെടുത്താൽ എന്താ, അവൾക്ക് ഒരു ഹസ്ബൻഡോട് ഒരു ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് ജീവിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എന്താ കാശിൻ്റെ കാര്യങ്ങൾ നോക്കണം, ഹോള് ബുക്ക് ചെയ്യണം, വിവാഹ സാധനങ്ങൾ എന്ന് വെച്ചാൽ ആഭരണങ്ങൾ എടുക്കണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളില്ലേ. ഇതിനൊന്നും ഒരു ചിന്തയില്ല, ബാക്കിയുള്ളവർ നടത്തട്ടെ, എന്നാണ് ഡേറ്റ്, അന്ന് ഞാൻ വരാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കില്ല. ഇത്തിരിയൊക്കെ ഒരു ടെൻഷൻ ഉള്ളത് അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ളത് കുറച്ചുകൂടി പ്രൊഡക്ടിവിറ്റി, കുറച്ചുകൂടി നന്നായി നമ്മൾ ആ മേഖലകളെ ഷൈൻ ചെയ്യാൻ സഹായിക്കുക. അത് കടമായാലും ഇപ്പം അമ്മയും പപ്പയും അച്ഛനെ എടുത്തു നോക്കി, പിള്ളേർ വളർന്നു വരുന്നു, മക്കൾ, ഒരു ടെൻഷനില്ല, അവരെ പഠിക്കാൻ വേണ്ടി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. കാശുണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, നോ ഇഷ്യൂ എന്ന് പറഞ്ഞ് ജീവിച്ചാലോ ഇല്ല മക്കളെ. അപ്പോൾ ഏത് പ്രായം എടുത്താലും അത്യാവശ്യമുള്ളത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും സ്ട്രെസ്സ് 2 തരമാണ്, ഒന്ന് സ്ട്രെസ്സ്, ഒന്ന് ഡിസ്ട്രെസ്സ്. ഇനി ഈ സ്ട്രെസ്സിൻ്റെ അളവ്, സ്ട്രെസ്സ് ഭയങ്കര സ്ട്രെസ്സ്. ഓക്കെ, വിവാഹ ജീവിതം, അയ്യോ ഊണില്ല, ഉറക്കമില്ല, ഇനി എന്ത് ചെയ്യും, എൻ്റെ ജീവിതം പോയി, അയ്യോ എന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് അത് ഡിസ്ട്രെസ്സാണെന്ന് വെച്ചാൽ സ്ട്രെസ്സ് നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്നു, നമ്മുടെ ചിന്തയെ ബാധിക്കുന്നു, നമ്മുടെ വികാരങ്ങളെ ബാധിക്കുന്നു. ഞാനൊരു ജോലി ചെയ്യുമ്പോൾ അതിൽ ഫോക്കസ്ഡ് ആകാൻ എന്നെ സഹായിക്കുന്നില്ല, എപ്പോഴും വേറെ പല കാര്യങ്ങളിലാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എൻ്റെ ഭക്ഷണത്തിലും ഊണിലും ഉറക്കത്തിലും ഒക്കെ ബാധിക്കുകയാണെങ്കിൽ നമ്മൾ ഇച്ചിരി ശ്രദ്ധിക്കണം. ഓക്കെ, അതിനുള്ള കുറച്ച് വഴികൾ പറഞ്ഞു തരട്ടെ, എങ്ങനെ നമുക്ക് തന്നെ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്ട്രെസ്സിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മൾ ഒരു കൗൺസിലറിനെ സമീപിക്കും, ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ, സൈക്യാട്രിസ്റ്റിനെ, സൈക്കോതെറാപ്പിസ്റ്റിനെ, ചിലപ്പോൾ നമ്മൾ മെഡിസിൻ എടുക്കും. ഓക്കെ, ഇങ്ങനെ പല മെത്തേഡുണ്ട് നമുക്ക് ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ സിസ്റ്റർ, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഒരു ഈ കാറ് കുഴികളിലും ഗട്ടറിലും ബമ്പിലും ഒക്കെ കയറി ഇറങ്ങി മലയും കുന്നും ഒക്കെ കയറി പോവാണ്. അപ്രതീക്ഷിതമായി വണ്ടി സ്റ്റോപ്പായ എന്ത് ചെയ്യും? ഡ്രൈവർ എന്നെ ചെയ്യും, ഉടനെ എഴുതേവേ വിളിച്ച് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ഉടനെ തന്നെ കാറ് പൊക്കിയെടുത്ത് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യോ? അല്ല, പുള്ളി നല്ലൊരു ഡ്രൈവറാണെങ്കിൽ ആദ്യം പുള്ളി അത് ഓഫ് ചെയ്തിടുന്നു അല്ലേ, എന്നിട്ട് ഇറങ്ങി പുള്ളി പ്രശ്നം മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ വണ്ടി ഓക്കെ ആവില്ലേ, എടുത്തുകൊണ്ട് പോകുന്നു. ഇനി അടുത്ത് എന്നാ ചെയ്യണ, പ്രശ്നം രൂക്ഷം, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല,
മനസ്സിലാകാൻ പറ്റുന്നില്ല. ഉടനെ എൻ്റെ പ്രിയപ്പെട്ട ഈ മേഖലയെ ബന്ധപ്പെട്ട കൂട്ടുകാരെ വിളിക്കുന്നു, ചിലപ്പം കൂട്ടുകാർ വന്ന് സഹായിക്കുന്നു, സെറ്റാകും. രണ്ടാമത്തെ ഓപ്ഷൻ. ഞാൻ നോക്കി ശരിയായില്ല, കൂട്ടുകാർ നോക്കി ശരിയായില്ല. ഓക്കെ, ഇനി അടുത്ത കൈ ഈ കമ്പനിയുടെ സർവീസ് സെൻറ്ററിൽ വിളിച്ച് നമ്മൾ അതിൻ്റെ എക്സ്പേർട്ടിനെ കൊണ്ടുവന്ന് ശരിയാക്കുന്നു. പ്രശ്നം സോൾവ്. ഇതുപോലെ തന്നെ ലൈഫിൽ വിചാരിക്കുക. ഇപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ മതി ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ ഇനി സ്ട്രെസ് വരുമ്പോൾ കുറച്ച് ലക്ഷണങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് സോൾവിങ്ങിലോട്ട് പോവാം. ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ്സ് നല്ല സ്ട്രെസ്സാണ്. ഒരു പരിധിയിൽ കൂടുതൽ സ്ട്രെസ്സാണെങ്കിൽ എൻ്റെ മക്കളെ, നമ്മുടെ സംസാരത്തിൽ നമ്മൾ സ്വയം താഴ്ത്തി സംസാരിക്കും. ഓക്കെ, സ്വയം താഴ്ത്തി കെട്ടി സംസാരിക്കുക. ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്ന നെഗറ്റീവ് കമൻസ് ഞാൻ കൊള്ളില്ല, പറ്റില്ല, നടക്കില്ല, ഇങ്ങനത്തെ എപ്പോഴും എൻ്റെ സംസാരത്തിൽ മിക്കപ്പോഴും അതായിരിക്കും ഇങ്ങനെ ഇറിച്ച് നിൽക്കുന്നത്. ഓക്കെ, ഒന്ന്. രണ്ടാമത്തത് എൻ്റെ മുഖഭാവം മ്ലാനമായിരിക്കും, ദുഃഖത്തിൻ്റെ ആയിരിക്കും. പുഞ്ചിരി ഒന്നും കാണില്ല കേട്ടോ. ഡിസ്ട്രെസ് അനുഭവിക്കുന്നവർക്ക് പുഞ്ചിരിയൊക്കെ വളരെ കുറവായിരിക്കും. ഭയങ്കര എന്തോക്കെ സംഭവിച്ച് നഷ്ടപ്പെട്ട ഭാവമായിരിക്കും, ദുഃഖഭാവമായിരിക്കും. പിടികിട്ടിക്കാടുമല്ലോ അല്ലേ? രണ്ടാമത്തത്. മൂന്നാമത്തത്, എനിക്ക് മനസ്സിലാകാത്ത തലവേദന, വയറുവേദന, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട്. ചിലവർക്ക് നല്ല ഉറക്കം, ചിലവർക്ക് ഉറക്കമേ ഇല്ല. ഓക്കെ, അവർ ഉറങ്ങാൻ ശ്രമിച്ചാലും ഉറക്കം വരുന്നില്ല. ഇനി സംസാരം നല്ല മയമുള്ള ബട്ടർ പോലുള്ള വാക്കുകളായിരിക്കില്ല വരുന്നത്, പൊട്ടിത്തെറിയായിരിക്കും. ചെറിയ കാര്യത്തിന് ഉറക്കം. എന്തിനാ ഇപ്പം എന്നോട് പറയുന്നത്? ഓക്കെ, ഇതുപോലെ ഇതൊക്കെ സാമ്പിൾ. ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുമ്പോൾ, ചെയ്തുകൊണ്ടിരുന്ന ആവേശത്തോട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് ഒരു താല്പര്യമില്ല. ഫോർ എക്സാമ്പിൾ, പുറത്ത് പോയി കളിക്കണം, കൂട്ടുകാരോട് കൂട്ടുകൂടണം, ബാഡ്മിൻ്റന് പോകണം. ഇപ്പം എനിക്ക് ബാഡ്മിൻ്റനും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് റൂമിലിരുന്നാൽ മതി. റൂമിൽ ആരും വരണ്ട, റൂം പൂട്ടിയിട്ട് റൂമിൽ ഒറ്റയാനായിട്ടിരിക്കാനാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് സമൂഹവുമായിട്ടുള്ള കമ്പനി ആഗ്രഹിക്കുന്നില്ല. വിഡ്രോവൽ സിംറ്റം, ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം. പഴയതിനോട് ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ എക്സ്ട്രാ എനർജി, എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. പോരെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷൻ ഭാഗം. ഓക്കെ, സിസ്റ്റർ പറഞ്ഞ പോലെ കാറ് എങ്ങനെ നമുക്ക് സ്വയം സെറ്റാക്കിയെടുക്കാം. ഓക്കെ, ആ ബോർഡിലേക്ക് വന്നേ നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഓക്കെ, സ്ട്രെസ്സിൻ്റെ സ്പെല്ലിംഗ് പറഞ്ഞേ. STRES. ഇതാണ് സ്ട്രെസ്. അപ്പോൾ ഒന്നാമത്തെ യെസ് ആണല്ലോ, യെസ്. ഓക്കെ, യെസ്. ഷെയർ വിത്ത് സമ്മൺ. എന്തെങ്കിലും നമുക്ക് താങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, ഓക്കെ, അത് നമ്മുടെ ചിന്തയിലും വികാരങ്ങളിലും നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കുവാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻഷ്യലായിട്ട് എല്ലാവരുടെ അടുത്തും പോയി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് പോയി എല്ലാവരുടെ അടുത്തും പറയുന്നവരോട് പറയരുത്. കാരണം നമ്മുടെ ഇമേജ് നഷ്ടപ്പെടും. നമുക്കൊരു അന്തസ്സും വിലയൊക്കെ ഇല്ലേ? ഓക്കെ, അപ്പം നമ്മളെ കേൾക്കുന്ന ഒരാൾ, ഓക്കെ, ഇതാണ് വിചാരിക്കുക. നമ്മൾ പോയ ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്, അല്ലെങ്കിൽ അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്താ ലലല സംഭവം അടുത്തിരുത്തി പറയുക. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളടുത്ത് പറയാം. ടിപ്പ് നമ്പർ 1, എല്ലാം കൊണ്ട് ഹൃദയത്തിൽ ശേഖരിച്ച് നടക്കരുത്. ചില വേസ്റ്റുകളൊക്കെ നമ്മൾ ഒഴിവാക്കണം. നെഗറ്റീവ് എനർജി, അസ്വസ്ഥതകൾ പറഞ്ഞു കൊടുത്ത് അങ്ങ് റിലീസ് ചെയ്യുക. ഓക്കെ, ടിപ്പ് നമ്പർ 1, ഷെയർ വിത്ത് സമ്മൺ. രണ്ടാമത്തെ തന്നെ സ്ലീപ്പ്. സിസ്റ്റർ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കേട്ടോ. സിസ്റ്ററിൻ്റെ മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടെങ്കിൽ പോയി നന്നായിട്ട് മക്കളെ നിങ്ങളുടെ കട്ടിലെ തലങ്ങണെ കെട്ടിപ്പിടിച്ച് അങ്ങ് ഉറങ്ങി എണീക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് വരും. ഓക്കെ, അപ്പോൾ ഇതുപോലെ മനസ്സിന് വിഷമം വരുമ്പോൾ ഉപയോഗിക്കേണ്ട രണ്ടാമത്തെ ടിപ്പാണ് സ്ലീപ്പ്. ഇനി മൂന്നാമത്തത് ടൈറ്റൻ ദ മസിൽ. ഓക്കെ, യെസ് കഴിഞ്ഞു, അടുത്ത് ടി. ഓക്കെ, നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് പതിയെ അങ്ങ് റിലീസ് ചെയ്യണം. ഒന്ന് ചെയ്ത് നോക്കിക്കേ. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, ഒന്ന് റിലീസ് ചെയ്യണം. ഇതുപോലെ തന്നെ നമ്മുടെ വിരലുകൾ ടൈറ്റൻ ചെയ്യണം, സാവധാനം റിലീസ് ചെയ്യണം. ഓക്കെ, ടൈറ്റൻ ദ മസിൽസ്. എന്നിട്ട് വിചാരിക്കണം നമ്മുടെ നെറ്റി നമ്മൾ ടൈറ്റൻ ചെയ്യുവാണ്, നമ്മുടെ ചീക്സ്, കവിള് ടൈറ്റൻ ചെയ്യുവാണ്. ഇങ്ങനെ നമ്മുടെ നീസ്, തൊട, ഇതുപോലെ ടൈറ്റൻ ചെയ്യുന്ന ഇവരെടുക്കുക, എന്നിട്ട് റിലീസ് ചെയ്യുക. ഓക്കെ, അടുത്ത മെത്തേഡ്. ഇനി അടുത്ത ടേക്ക് എ ബ്രേക്ക്. ഇപ്പോൾ ഞാനൊരു IT പ്രൊഫഷണലാണെന്ന് വിചാരിക്കുക. ഓക്കെ, എപ്പോഴും കമ്പ്യൂട്ടറും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്നു, കോൾ അറ്റൻഡ് ചെയ്യുന്ന ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ എന്നാ ചെയ്യണം? നമ്മൾ ഒരു ദിവസം 2 ദിവസം ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ ബ്രേക്ക് എടുക്കുക, ചുറ്റും നടക്കുക. എന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഒരു ബ്രേക്ക് ഇടണം, ഒരു കട്ട് ഓഫ് ഇടണം. എന്നിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഫോക്കസ് ചെയ്യുക.
പിടിയിടിയാ? ഓക്കെ. അപ്പോൾ ഒന്നാമത്തത്, നമ്മൾ ആരടുത്തെങ്കിലും ലാലല ലലല എന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും അല്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളടുത്ത് പറയുക. രണ്ടാമത്തത് ഇത്തിരി ഉറങ്ങുക. മൂന്നാമത്തത് എന്നാ, ടൈറ്റൻ ദ മസിൽസ്. അതിൽ തന്നെ T 2 ഉണ്ട്, S 2, ടേക്ക് എ ബ്രേക്ക്. ഓക്കെ. റീചാർജ് വിത്ത് ലവ്. അപ്പോൾ ലവ് എന്ന് പറഞ്ഞാൽ എന്നാ, സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്നാ, ദൈവമാണ്. ഓക്കെ. അപ്പോൾ ദൈവം ഈക്വൽ ടു ലവ്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക, എല്ലാം സ്നേഹമയമാക്കി മാറ്റുക. വീട്ടിൽ എല്ലാം സ്നേഹമാക്കുക. അമ്മയോട് സംസാരിക്കുമ്പോൾ ഫുൾ സ്നേഹമാണെന്ന് വിചാരിക്കുക. നിറയെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്നായിരിക്കും, നമ്മുടെ ലെവലും റേഞ്ചും പറയുന്ന രീതിയൊക്കെ മാറും അല്ലേ. അപ്പോൾ നമ്മളെ തന്നെ സ്നേഹിക്കുക, എൻ്റെ ശരീരം സ്നേഹിക്കുക, എൻ്റെ ബുദ്ധി സ്നേഹിക്കുക, നമ്മളെ തന്നെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. അങ്ങനെ എല്ലാത്തിലും ഒരു സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇങ്ങനെ സാഹചര്യം വരുമ്പോൾ നമുക്കിതൊന്നും ചെയ്യാൻ തോന്നില്ല. പക്ഷെ നമ്മൾ പർപ്പസ്ഫുള്ളി, നമ്മൾ ബോധത്തോടു കൂടി എഫേർട്ട് ഇട്ട് ചെയ്യാം. ഓക്കെ. സ്നേഹമയമാക്കുക. അടുത്ത റെക്രിയേഷൻ. ഈ റെക്രിയേഷൻ എന്ന് പറയുമ്പോൾ എന്നാ ചെയ്യാൻ, നമുക്ക് എൻ്റർടൈനിങ് ആണ്, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. ഫോർ എക്സാമ്പിൾ, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഈ ജീവികളെ, പ്രാവ്, കോഴി, മീൻ, ഇതിനെയൊക്കെ വളർത്താൻ ഉള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. പിന്നെ പട്ടി, ഇതിനെയൊക്കെ എന്താണ് അവർ സ്നേഹത്തോടെ നോക്കൂലേ, അങ്ങനെ അതിനോട്ട് നമുക്ക് റെക്രിയേഷൻ പോലെ ചെയ്യാം. അല്ലെങ്കിൽ ഔട്ട്ഡോർ ഗെയിംസ്, ബാഡ്മിൻ്റനോ എന്തെങ്കിലും നമുക്ക് ഔട്ട്ഡോർ ഗെയിംസിൽ നമ്മളെ ശ്രദ്ധ തിരിക്കാം. വരയ്ക്കുന്ന ആളാണെങ്കിൽ കുറച്ച് വരയ്ക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാം. ഇതുപോലെ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുക. അപ്പോൾ തന്നെ വർക്കൗട്ട് ചെയ്യുക. എവിടെയാണ് ചെയ്യുന്നത്, ഇതിലേതെങ്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഓക്കെ. അടുത്തെന്നാ, എക്സസൈസ്. നമുക്കറിയാലോ, വാക്ക് അറ്റ് ഹോം. ഓടാൻ സ്ഥലമില്ല, അപകടമാണ്, പട്ടികളുടെ ശല്യമാണ്, അതൊക്കെ ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം. വാക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ തന്നെ വീഡിയോ ഒക്കെ കാണാം. 10 മിനിറ്റ് വേണോ, 10 മിനിറ്റ് ഉണ്ട്. 30 മിനിറ്റ് വേണോ, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇത്രയും സ്പേസ് ഒക്കെ മതി, നമുക്ക് ഓടാനും ചാടാനും കൈവക്കാനും ഒക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ എക്സസൈസ് കൂടുതൽ പറയണ്ടല്ലോ, നമുക്കൊക്കെ അറിയാമല്ലോ ഇല്ലേ. ഓക്കെ. എക്സസൈസ് ചെയ്യാം. അടുത്തത്, സ്റ്റേ പോസിറ്റീവ്. എപ്പോഴും മനസ്സിനെ പോസിറ്റീവായിട്ട് നിർത്തണം. ആ പോസിറ്റീവായിട്ട് നിർത്തുന്നതിനുള്ള ഏറ്റവും വലിയ സംഭവമാണ് നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആയിക്കോളും. ഓക്കെ. ഓരോ ചുവട് വയ്ക്കുമ്പോഴും നന്ദി, ഷോയെ നന്ദി, താങ്ക് യു, എന്നെ ഇവിടെ കൊണ്ടുപോകുന്നതിന് താങ്ക് യു, ശ്വാസം ഉണ്ട്, താങ്ക് യു, ഇങ്ങനെ നന്ദി പറയാം. ഇനിയും നന്ദി പറയാൻ വാക്കുകളില്ല, പാടിക്കോ. എണ്ണമില്ലാതുള്ള നന്മകൾക്കായി, പാട്ടില്ലേ, അതങ്ങ് വെറുതെ നിങ്ങൾക്ക് അറിയാവുന്നുള്ള പാട്ടിങ്ങനെ മൂളി നടക്കുക. ചെയ്ത നന്മകൾ, തന്ന നന്മകൾ, പഴയ കാലത്ത് കിട്ടിയ അവാർഡ്സ് ആവാം, അച്ചീവ്മെൻറ്റ്സ് ആവാം, കയ്യടിയാകാം, നല്ല മിടുക്കനെന്ന് പറഞ്ഞതാകാം, പണ്ട് നടന്നതൊക്കെ ഇങ്ങനെ അയവിറക്കുക. ഇങ്ങനെ ആകുമ്പം മൈൻഡ് കുറച്ചുകൂടി പോസിറ്റീവ് ആവും, നിരാശയൊക്കെ അപ്രത്യക്ഷമാകും. ഓക്കെ. അടുത്തന്നാ, ലാസ്റ്റ്, ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോ, എന്ത് നല്ല സ്റ്റൈലിലാണ് എഴുതിയിരിക്കുന്നത്, സ്മൈൽ. സോ ഒന്ന് പുഞ്ചിരിച്ചേ. ഓക്കെ. ചിരിക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഐശ്വര്യം കൂടും, സൗന്ദര്യം കൂടും. നേരത്തെ ആദ്യം സിസ്റ്റർ പറഞ്ഞില്ലേ, മ്ലാനം, സ്ട്രെസ് വരുമ്പോൾ കണ്ടോ, സിസ്റ്റർ അറിയാതെ കൈ കോർത്തതുണ്ടോ, ഷോൾഡറൊക്കെ ഇങ്ങനെ മടങ്ങി, തലയൊക്കെ ഇങ്ങനെ താന്ന്, ഇതുപോലെ ആവും സ്ട്രെസ്. നിങ്ങൾക്ക് പുഞ്ചിരി, ഒരു സന്തോഷം ഉണ്ടാ. തല സ്ട്രെയിറ്റായി, കണ്ണ് സ്ട്രെയിറ്റായി, ഷോൾഡർ സ്ട്രെയിറ്റ്, അറിയാതെ ശരീരം മൊത്തം സപ്പോർട്ട് ചെയ്യും. ഞാൻ സ്ട്രെസ്സാണെന്ന് പറഞ്ഞ് ബ്രെയിനും മെഡില ഒബ്ലാങ്കേറ്റയും എല്ലാ സംഭവങ്ങളും സ്ട്രെസ്സാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും. ഞാൻ ഓക്കെയാണ്, എനിക്ക് പറ്റും, ഞാൻ നേരിടും, എൻ്റെ ദൈവം എന്നെ സഹായിക്കും കേട്ടോ. നമ്മുടെ ലെവലും ഫോക്കസും എല്ലാം മാറും. ഓക്കെ. സ്മൈൽ. അപ്പോൾ വിചാരിക്കണം, ഒരു സാഹചര്യത്തെ സ്മൈൽ ചെയ്ത് നേരിടുന്നത് കാണണം. ഉദാഹരണത്തിന്, വർക്ക് പ്ലേസിൽ നിന്നാണ് സ്ട്രെസ്, കമ്പനിയിൽ കയറുമ്പോഴേ, ഓഫീസിൻ്റെ നട ചവിട്ടുമ്പോഴേ പ്രശ്നമാണ്. വിചാരിക്കുക, കണ്ണടച്ച് വിചാരിക്കുക, ആ ഓഫീസിലെ ബോസിനെ കാണുന്നു, നിങ്ങൾ ചിരിച്ചുകൊണ്ട് നേരിടുന്നു. ആ പുള്ളി ചക എന്ന് പറഞ്ഞ് നമ്മളെ വഴക്ക് തരുവാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് ടീച്ചർ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്ന ഹോംവർക്ക്, നമ്മൾ കട്ടയ്ക്ക് വഴക്ക് പറയുകയാണ്. നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ആ വഴക്ക് പറഞ്ഞത് ഇങ്ങനെ അലയടിച്ച് ഉള്ളിൽ കിടക്കുവാണെന്ന് വിചാരിക്കുക. നിങ്ങൾ കണ്ണടച്ച് ആ ടീച്ചർ വഴക്ക് പറഞ്ഞു, നിങ്ങൾ ഒരു സ്മൈലിങ്ങോടുകൂടി ആ സാഹചര്യം നേരിടുന്നത് മുൻകൂട്ടി മനസ്സിൽ കാണണം. അപ്പം നമ്മുടെ ഇമോഷൻസ് മാറും. നമ്മൾ വഴക്ക് പറഞ്ഞ് നമ്മൾ അപമാനിച്ചവരോടത്ത് നമ്മൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നമ്മൾ ഡയലോഗ് നടത്തുവാണ്, മറുപടി കൊടുക്കുവാണ്. സാഹചര്യം മാറില്ലേ, ഇമോഷൻസ് മാറില്ല. അങ്ങനെ ഒരു ചിരി ഉള്ളിൽ കലർത്താൻ തുടങ്ങും. നമ്മൾ പുട്ടിൽ തേങ്ങ ഇടും പോലെ ഒന്ന് ഒരു പുഞ്ചിരി ഉള്ളിലോട്ട് കയറ്റണം. കാരണം പുഞ്ചിരി ഹൃദയത്തിൻ്റെ സൗന്ദര്യമാണ്. പുഞ്ചിരി ഒരു പകർച്ചവ്യാധിയാണ്. അത്
പടർന്ന് ചുറ്റുമുള്ള നിൽക്കുന്നവരുടെയൊക്കെ മുഖം കുറച്ചുകൂടി ജോയ്ഫുള്ളാക്കി മാറ്റും, സന്തോഷം ഉള്ളതാക്കി മാറ്റും. ഓക്കെ, നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്താ മക്കളെ? പുഞ്ചിരി. ഫ്രീ ആണ്, ലോ കോസ്റ്റ് ആണ്, വേറെ ചിലവൊന്നുമില്ല. ആ ചെറിയ പുഞ്ചിരിയിലൂടെ ലോകത്തെ നമുക്ക് കയ്യിലെടുക്കാം. ഓക്കെ, അപ്പോൾ പുഞ്ചിരി മറക്കില്ലല്ലോ. ഈ കാര്യങ്ങളിലൂടെ നമുക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാം. അപ്പോൾ ഒന്ന് പറഞ്ഞ്, അപ്പോൾ ഇതൊന്ന് കാണാതെ പറഞ്ഞ് യെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഷെയർ വിത്ത് സമ്മൺ. അത് സ്ലീപ്പ്. അടുത്ത ടി എന്താ? ടൈറ്റൻ ദ മസിൽസ്, ടേക്ക് എ ബ്രേക്ക്. അടുത്ത തന്നെ റെക്രിയേഷൻ, എൻജോയ്. എന്താ ഇഷ്ടമുള്ളത് അത് പോയി ചെയ്യുക. പ്രത്യേകിച്ച് റൂമിൻ്റെ അകത്തല്ല, റൂമിൻ്റെ പുറത്ത്. ഓക്കെ, 4 പേര് കാണുന്ന സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എനർജറ്റിക് ആവും നമ്മൾ. അടുത്ത എസ് എന്താ? സ്റ്റേ പോസിറ്റീവ്. അടുത്ത എസ് സ്മൈൽ. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്ട്രെസ് മാനേജ്മെൻറ്റുള്ള ടിപ്സ്. നിങ്ങൾ പഠിക്കണം, പഠിച്ചിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കണം, കൊച്ചു ട്യൂട്ടറായി മാറണം കേട്ടോ. ഇനി ഒരു സംഭവം കൂടി പറഞ്ഞു കേട്ടെ, ഒരു സംഭവം കൂടി. അത് ഈ ടാപ്പിംഗ് തെറാപ്പിയാണ്. ഓക്കെ, സിസ്റ്ററിനോടൊപ്പം ചെയ്യുമോ? നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഓക്കെ, സിമ്പിളാണ്. എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തെ തന്നെ ആരോഗ്യമുള്ളതാക്കി മാറ്റുന്നതും കുറച്ചുകൂടി എനർജറ്റിക് ആക്കി മാറ്റുന്നത്. സ്ട്രെസ് വരുമ്പോൾ സിസ്റ്റർ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ വാടിയ ചേമ്പില പോലെ ഇരിക്കില്ല, കുറച്ചുകൂടി എനർജറ്റിക് ആകുന്നത്. അപ്പോൾ ഒരു 7 ടാപ്പാണ്. ഓക്കെ, അത് നിങ്ങൾ വെറുതെ ചെയ്യുക, അത് നമുക്ക് ഗുണം ചെയ്യും, ഒരു സൈഡ് ഇഫക്ട്സും ഇല്ല. ചെയ്യാം. റെഡി? അപ്പോൾ എല്ലാവരും കാണുന്നവരൊക്കെ ഇങ്ങനെ കാലൊന്നും ക്രോസ് ചെയ്യരുത്, കൈ ക്രോസ് ചെയ്തിരിക്കരുത്. കാരണം ഓപ്പൺ ബോഡി കാണിക്കുന്നത് ഓപ്പൺ മൈൻഡാണ്. നമ്മൾ റെഡിയാണ്, ഓപ്പൺ ആണ്, അതാണ് നമ്മൾ റിസീവിങ് ആണ് എന്നതാണ് കാണിക്കുന്നത്. അപ്പം കാലും കൈയൊക്കെ തുറന്നിരിക്കുക. അപ്പം ആദ്യത്തേത് ഒരു കൈ തുറന്ന് പിടിക്കണം, അടുത്ത കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടും ഇങ്ങനെ പിടിക്കണം. ഓക്കെ, എന്നിട്ട് ഇതിനിങ്ങനെ ഇടിക്കണം. ഒന്നാമത്തത്. ഇനി എത്ര തവണ ഇടിക്കണം? വെറും 1 മിനിറ്റ്. അത് 60 സെക്കൻഡ് അല്ലേ? 60 സെക്കൻഡ് എന്ന് വെച്ചാൽ 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സിസ്റ്ററുടെ കൗണ്ടിങ് വിട്ടുപോയി. 60 തവണ ഇങ്ങനെ ഇടിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ഈ തള്ളവിരൽ അകത്ത് വെക്കാം, അത് വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒന്നാമത്തത്. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുമ്പോൾ കൈ കമഴ്ത്തി വെക്കണം, അടുത്ത കൈ മലർത്തി ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കാം. എത്ര തവണയാ? 60 സെക്കൻഡ്. 1 മിനിറ്റ് ഇങ്ങനെ തട്ടിയാൽ മതി. ഹാർഡായിട്ട് നമ്മൾ ആഞ്ഞടിക്കുന്നില്ല, ജസ്റ്റ് നമ്മളെല്ലാത്തിനെയും ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക, ഉണർത്തുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എത്ര? 1, ഇത് 2. ഓക്കെ, 60 സെക്കൻഡ്. മൂന്നാമത്തെ നമ്മുടെ ഈ കൈര പാർശ്വം ഇല്ലേ, ഈ 2 സാധനം വെച്ച് ഇങ്ങനെ ടാപ്പ് ചെയ്യാം. വേണമെങ്കിൽ നമുക്കിങ്ങനെ ഉരയ്ക്കാം, ടാപ്പ് ചെയ്യാം. ഓക്കെ, 60 സെക്കൻഡ്. ഓക്കെ, ഇനി അടുത്ത് എന്നാ ചെയ്യേണ്ടത്? നമ്മുടെ ഈ കൈത്തണ്ടയില്ലേ, ഈ 2 ഭാഗവും കൂടി ചേർത്ത് വെച്ച് ഹാർഡായിട്ടൊന്നും ഇടിക്കണ്ട, ടാപ്പ് ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. 60 സെക്കൻഡ്, അതായത് 1 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എത്രയായി? 1 2 3 4. ഓക്കെ, അഞ്ചാമത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ വിരലുകൾ ഇങ്ങനെ ഉള്ളിൽ കയറ്റി. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. ഇപ്പം 30 തവണയായി. ഇതിൻ്റെ ഇരട്ടി തവണ ഇതുപോലെ ആക്കാം. അടുത്ത് തന്നെ നമ്മുടെ ഈ വാച്ച് ഇടുന്നതിൻ്റെ ഇവിടെ ഇല്ലേ, റിസ്റ്റ്, ഈ പണ്ടൊക്കെ വളയും ഒക്കെ ഇടുന്നതിൻ്റെയൊക്കെ രഹസ്യം അതായിരിക്കാം. കാരണം ഇങ്ങനെ ഒരയുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ ആകാം. അപ്പോൾ വിചാരിക്കുക, ഈ കൈവിരൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ തിരുമുക. ഓക്കെ, ഈ ഭാഗം. ഇനി ലാസ്റ്റ് ഭാഗം നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. ധ്യാന കേന്ദ്രത്തിൽ പോകുമ്പോൾ, വർഷിപ്പ് നടക്കുമ്പോൾ, ഈശോയുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണം? കൈകൊട്ടാൻ പറയും അല്ലേ, ശക്തമായി കൈകൊട്ടാൻ പറയാം. അപ്പോൾ ഇതും നമ്മളെ എനർജറ്റിക് ആക്കും. ഓക്കെ, അപ്പോൾ 7 കാര്യങ്ങൾ ആ സിസ്റ്റർ പറഞ്ഞ. ഏതൊക്കെയാ? ടാപ്പിംഗ് തെറാപ്പിയിലെ 7 കാര്യങ്ങൾ. ഇത് സ്ട്രെസ്സ് വരുമ്പോൾ മാത്രമല്ല മക്കളെ, നമുക്കൊരു മൂഡില്ല, ഒരു എനർജി ഇല്ല, നമ്മുടെ മൈൻഡൊക്കെ ഡൗൺ ആയിരിക്കുക. ആ സമയത്തൊക്കെ വെറുതെ ചെയ്യുക, വെറുതെ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ചെയ്യുക. അപ്പം ജോലി, കമ്പ്യൂട്ടറാണ്, ഇച്ചിരി സമയം, ഇതിനൊരു 7 മിനിറ്റ് പോരെ, 7 മിനിറ്റ് ഇരുന്ന് നമുക്ക് ഇച്ചിരി ചെയ്തിട്ട് കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് ഇത് 2 കൈയും, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്,
ആറാമത്തത്, ഏഴാമത്തത് നല്ല സബാഷായിട്ട് ക്ലാപ്പ്. എപ്പം ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ സ്ട്രെസ്സ് ഇങ്ങനെ കണ്ടം വഴി ഓടിയെന്ന് പറയില്ലേ, അതുപോലെ നമ്മളിൽ നിന്ന് അത് എന്നേക്കുമായിട്ട് പോകും. ഇനി അഥവാ സ്ട്രെസ്സ് വീണ്ടും സാഹചര്യങ്ങൾ വരുമ്പോഴൊക്കെ വരാം, അപ്പോഴൊക്കെ ഈ കാര്യം ഈ ആയുധം അങ്ങോട്ട് പ്രയോഗിച്ചാൽ മതി. ഇനി ഇതിലൊന്നും ഒതുങ്ങുന്നില്ല, പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്നാ ചെയ്യണം, ഒരു കൗൺസിലറിനെ പോയി കാണണം. അവരോട് കാര്യം പറയുമ്പോൾ അവർക്ക് പിടികിട്ടും, കാരണം അവർ ആ ഫീൽഡിലൊക്കെ എക്സ്പേർട്ടാണ്, അവർ പറഞ്ഞു തരും. ഇനി അത് പറ്റിയില്ലെങ്കിൽ, അതിലും പറ്റുന്നില്ല, നിങ്ങളൊരു സൈക്കോ തെറാപ്പിയെ കാണാം, ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാം. അത് കഴിയുമ്പോൾ നമ്മുടെ കാര്യം റെഡിയാവും. അപ്പോൾ അസിസ്റ്റൻ്റ് ഒരു ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. പറ്റും, നമ്മളെ ശക്തനായ ദൈവം നമ്മളെ സഹായിക്കും. പഴയ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഓർത്ത് മനസ്സ് പോസിറ്റീവായിട്ട് വെക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് കോമഡി, പണ്ടത്തെ കോമഡിക്കില്ലേ, ഇന്നസെൻ്റ് ജഗതിയുടെയൊക്കെ കോമഡിയൊക്കെ കേട്ട് വലിയവർക്ക് ചിരിക്കാം, മനസ്സ് റിലാക്സ് ആക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിച്ചത് തന്നെ ഒരു വലിയ മഹാ ടോപ്പിക്കാണ് സ്ട്രെസ്സ്. ഈ സ്ട്രെസ് എന്ന് പറയുന്ന ഈ സിമ്പിൾ കാര്യത്തെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ആദ്യ സിസ്റ്റർ പറഞ്ഞ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര മാനസിക രോഗമൊന്നുമല്ല, അത് മാനസിക പിരിമുറുക്കമാണ്, മനസ്സിൻ്റെ ഒരു സമ്മർദ്ദമാണ്. ശരീരവും മനസ്സും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രതികരിക്കുന്നതാണ് സ്ട്രെസ്സ്. ഈ സ്ട്രെസ്സ് കടന്നു വരുന്ന വഴികളോ അപ്രതീക്ഷിതമായി ഉണ്ടായ രോഗങ്ങൾ വരാം, കടബാധ്യത വരാം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, പഠനം, ജോലി, ഇതൊന്നും ശരിയാകുന്നില്ല, പ്രതീക്ഷിച്ചതുപോലെ നടക്കാതെ വരുമ്പോഴൊക്കെ അമിതമായ കുറ്റപ്പെടുത്തൽ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളിലൂടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഈ സ്ട്രെസ് എന്ന് പറയുന്ന കാര്യത്തിലൂടെ കടന്നു പോവാം. ഇനി സ്ട്രെസ് എത്ര തരമുണ്ട്? 2 തരം, യൂസ്ട്രെസ്സും ഡിസ്ട്രെസ്സും. നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം സ്ട്രെസ്സും ഇച്ചിരി ടെൻഷനൊക്കെ നല്ലതാണ്. അത് കൂടുതൽ നമ്മളെ വളർത്താനും നമ്മുടെ ഹയർ പ്രൊഡക്റ്റീവുള്ള എന്നുവെച്ചാൽ ഒരു കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഞാനെന്ന വ്യക്തിയെ സഹായിക്കും. അതിന് സിസ്റ്റർ കുറച്ച് ഉദാഹരണം പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇനി പറഞ്ഞു ഈ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ വകുപ്പുണ്ടോ, അതോ ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ടെൻഷൻ പിടിച്ച ജീവിതം നയിക്കണോ? ഇല്ല, നമുക്ക് പല പല വഴികളുണ്ട്. അതിനുള്ള ചില വഴികളാണ് സിസ്റ്റർ ഇവിടെ കാണിച്ചു തന്നത്, ടിപ്സ് ഫോർ സ്ട്രെസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ആ സ്ട്രെസ് എന്നുള്ള വാക്കിൽ തന്നെ അത് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഷെയർ വിത്ത് സമൺ, ആരോടെങ്കിലും ഒന്ന് ഹൃദയം തുറന്ന് സംസാരിക്കണം. ഓക്കെ, രണ്ടാമത്തെ തന്നെ കുറച്ച് നേരം പോയി ഉറങ്ങുക, ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് ശരിയാകും. അടുത്ത തന്നെ പറഞ്ഞ ടൈറ്റൻ ദ മസിൽസ്. ഓക്കെ, റിലാക്സ്, ടൈറ്റൻ ദ മസിൽ, റിലാക്സ്. കാല് വിരലുകൾ ഒക്കെ നമ്മളൊന്ന് ടൈറ്റൻ ചെയ്തിട്ട് പതിയെ റിലാക്സ് ചെയ്യുക, അപ്പോൾ നമുക്ക് ശരിയാ. ഇതുപോലെ തന്നെ മക്കളെ നമുക്ക് ഡീപ്പ് ബ്രെത്ത് എടുക്കാം. ശ്വാസം അങ്ങനെ നമ്മളെന്താണ് മൂക്കുകൊണ്ട് ശ്വാസം എടുക്കണം, ഹോൾഡ് ചെയ്യണം, എന്നിട്ട് നമ്മുടെ വാ തുറന്ന് എന്ന് പറഞ്ഞ് റിലീസ് ചെയ്യണം. ഓക്കെ, ഇത് കുറേ തവണ ചെയ്യുമ്പോഴും നമ്മൾ ഓക്കെ ആവും. ഓക്കെ, പിന്നെ എന്താ നമ്മൾ പഠിച്ച TSTRR, റീചാർജ് വിത്ത് ലവ്. എല്ലാത്തിലും സ്നേഹത്തോടെ മയത്തോടു കൂടി ഇടപെടാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പൊട്ടിത്തെറിയാണ് സാധാരണ വരേണ്ടത്, പക്ഷെ മയത്തിൽ, സ്നേഹത്തിൽ, ഓക്കെ, ശാന്തതയിൽ ചെയ്യാൻ നമ്മൾ പർപ്പസ്ഫുള്ളി ശ്രമിക്കുന്നു. അടുത്ത തന്നെ റെക്രിയേഷൻ. നമുക്ക് ഇഷ്ടമുള്ള മേഖലകൾ, അതായത് നമ്മുടെ ഹാബിറ്റ്സ് ആയിരിക്കാം, ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ഓരോരുത്തർക്ക്. ഇപ്പോൾ സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വായനയാണ് ഇഷ്ടം, മ്യൂസിക് കേൾക്കുന്നതാണ് ഇഷ്ടം. ചിലവരെ സംബന്ധിച്ചിടത്തോളം ബാഡ്മിൻ്റൺ പുറത്ത് പോയി കളിക്കുന്നതായിരിക്കാം, ചിലവർക്ക് വരയ്ക്കലായിരിക്കാം. അപ്പോൾ എന്താണോ ഇഷ്ടം ആ ഇഷ്ടത്തിലേക്ക് പോവുക. ഓക്കെ, അടുത്ത തന്നെ എക്സസൈസ്. നമ്മൾ ശാരീരികമായിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യണം. സ്റ്റേ പോസിറ്റീവ്. അതന്നെ മനസ്സെപ്പോഴും പോസിറ്റീവ് ആകാൻ പഴയ കാലങ്ങൾ, നല്ല നല്ല ഓർമ്മകൾ, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. അങ്ങനെ മനസ്സെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്തന്നെ ലാസ്റ്റ് നല്ലൊരു കിടുക്കനായിട്ടുള്ള കാര്യം, സ്മൈൽ. എപ്പോഴും പുഞ്ചിരി ഉള്ള ആളായിരിക്കണം. സ്ട്രെസ്സായാൽ പുഞ്ചിരി സാധാരണ അണഞ്ഞു പോവും. ഓക്കെ, അത് നമ്മൾ എപ്പോഴും ഒരു ഉന്മേഷത്തോടെ ചെയ്യുമ്പോൾ അതൊരു ഉന്മേഷമാണ്, സൗന്ദര്യമാണ്, ഹൃദയത്തിൻ്റെ ഒരു തെളിച്ചമാണ്. മറ്റുള്ളവർക്ക് കൂടെയുള്ളവരെ അത് സന്തോഷിപ്പിക്കും. ഓക്കെ, അപ്പം സ്മൈൽ. ഇനി അടുത്ത് ഇത് ഒരു തരത്തിൽ മാനേജ് ചെയ്യണത്. അടുത്ത തരം എന്താ പറഞ്ഞത്? വെറുതെ കസേരയിലിരിക്കുക, അല്ലെങ്കിൽ വെറുതെ നടക്കുക. നടന്നിട്ട് ഞാൻ പറഞ്ഞത് ഈ 7 മിനിറ്റ് കൊണ്ട് പൂർണ്ണ ആരോഗ്യം പ്രാപിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിനോടൊപ്പം ഈശോയും കൂടി കൂട്ടിയ സബാഷ്, ഇതിലെല്ലാം കൂടി ദൈവത്തെയും കൂടി ഒന്ന് ചേർത്ത് നോക്കിക്കേ.
സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ മാറി പിന്നെ ബെല്ലെ ബെല്ലെ എന്ന് പറഞ്ഞ പോലെ സന്തോഷമായിരിക്കും. പറഞ്ഞു കൊടുക്കണം, നമുക്കില്ലേലും കൂടെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മുടെ ജീവിതം കുറച്ചുകൂടി കളറാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ഈശോ അനുഗ്രഹിക്കട്ടെ. ബൈ.